അതിനുള്ളൊരു വേദിയാ സജീവമാകുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ഇലക്ഷനെ നേരിടണം. ജയിക്കോ തോക്കോ എന്നുള്ളതല്ല നമ്മളെ പ്രവർത്തനം പോലിരിക്കും. ഇലക്ഷനെ നമുക്ക് നേരിട്ടേ പറ്റൂ. ഈ ഇലക്ഷനെ നേരിടാൻ നമ്മുടെ കൂടെ 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് മതി. ഒരേ പാർട്ടിയുടെ കൊടിക്കീഴില് 10 മണ്ഡലങ്ങളിലെങ്കിലും മത്സരിക്കണം. അച്ഛൻ തല ഉയർത്തി സാമൂഹ്യ രംഗത്തേക്ക് മടങ്ങി വരണം. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വർമ്മ സാർ എന്ത് പറയുന്നു? നമുക്ക് പുതിയ പാർട്ടിയൊന്നും ഉണ്ടാക്കണ്ട, പഴയ പാർട്ടി തന്നെ മതി. നമുക്ക് ഇലക്ഷനെ നേരിടണം. സാറേ, ഇതൊരു ക്രിട്ടിക്കൽ മൂവ്മെന്റ്. വർമ്മ സാറിന്റെ അഭിപ്രായം ഇവിടെ വളരെ വിലപ്പെട്ടതാണ്. സാറിൽ നിന്ന് അനുകൂലമായൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരല്ലേ സാറേ? പേടിച്ചാ പിന്നെ ഓടി ഒളിക്കാൻ നമുക്ക് കാടുകളില്ല. സാറെന്താ മറുപടിയൊന്നും പറയാത്തത്? പറയാം. നീ വന്നേ. നിന്നെ വിളിച്ചില്ല, നീ മാത്രം വന്നാ മതി. രാജു, ധൈര്യമായിട്ട് പോയിട്ട് വാ. ചില കൊച്ചിനെ വഴക്കുവല്ലോ പറയോ രാജു? പ്രശ്നമാവോ ശേഖര? വർമ്മ സാർ മോളെ വഴക്കൂറിയിട്ട് ചെയ്യുമോ? അവൾക്കിട്ട് 2 കിട്ടണം. ദൈവമേ, പ്രതാപൻ അവളുടെ മുഖം അടിച്ച് 2 കൊടുത്താൽ മതിയായിരുന്നു. ഇതൊക്കെ ആരോട് ചോദിച്ചാടി നീ ചെയ്തത്? രാജു, ടെൻഷൻ ആവാതെ സദാശിവൻ സാറേ. എന്തൊക്കെയായാലും അവരച്ഛനും മോളും അല്ലേ?